മാലപ്പടക്കം തിരികൊളുത്തി ഞാൻ എന്റെ പേരും വെച്ചിട്ട് ഞാൻ ഭയന്നു, ഞാൻ പേടിച്ചു. അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരും അല്ലാതെ ഞാനാണ്. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. എന്താടാ പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. നിങ്ങൾ ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ ബുദ്ധിരാക്ഷസനെ തിരിച്ചറിയണം. ബുദ്ധി വേണോടാ, ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. പ്രൊമോഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക്, ദിലീപേട്ടന്റെ സിനിമയ്ക്ക് അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ തെലുങ്കുന്നൊക്കെ പ്രഭാസും നാനിയൊക്കെ ഇവിടെ വന്ന് പടം പ്രൊമോട്ട് ചെയ്യാണ്. അയാൾ പറഞ്ഞ മനസ്സിലായില്ലേ? മാർക്കറ്റിംഗ് സിംഹം. അങ്ങനെ ഒരു കള്ളക്കഥ നിനയാണ് പുള്ളി. അങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. മൂവി ലോഞ്ചില് അദ്ദേഹം ഒരു കമന്റ്, ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികൊളുത്തിയിട്ടുണ്ടെന്ന്. സ്വാഭാവികമായിട്ടും ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഹൈദർ അലി അല്ലെ, അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദർ അലി എന്നെ വിളിച്ചു ചോദിക്കുന്നു. എന്റെ സമനില തെറ്റിയിരിക്കുക. ദേഷ്യം വന്ന് ഞാൻ എന്തൊക്കെ പറയുന്നു എനിക്കെന്നെ അറിയില്ല. വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാതെ സംസാരിക്കല്ലേ ഓമനക്കുട്ട. നിന്നെ ഉദ്ദേശിച്ചാണ്. ഇനി നീ എങ്ങാനും മാലപ്പടക്കം തിരികൊളുത്തി. സ്വാഭാവികമായിട്ട് പടക്കം മാല എന്ന് ഞാൻ പറഞ്ഞില്ല. അലക്സാണ്ടർ എന്തിനാ വാക്കുകൾക്ക് വേണ്ടാത്ത വ്യാഖ്യാനം കൊടുക്കുന്നത്? ഞാൻ ഭയന്നു, ഞാൻ പേടിച്ചു. ഓഹോ, വിട്ടുകളെ തങ്കച്ച സാറ് വേറൊന്ന് ഓർത്തു പറഞ്ഞോതാ. എന്റെ ഹൈദർക്ക അതൊരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. അല്ലല്ലല്ല, ഇത് അങ്ങനെയല്ല. അപ്പൊ നീ പറയില്ല അല്ലേ? ഇല്ല. അല്ല, ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്കുക. ആനന്ദ വിഷമാണവൻ. അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരും അല്ല, ഞാനാണ്. നിന്റെ ഓരോ കളികളെ. അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗം. ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. കാരണം ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ വലിയ കടമയാണല്ലോ. തനി രാവണൻ 10 തലയാവന്. അദ്ദേഹം ആ കടമ നിർവഹിച്ചു. കൊള്ളാം മോനെ. കൃത്യമായി എന്തിന് BBC അടക്കം എന്ത് ചെയ്തു? ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് കളിയാക്കല്ലേ. നിങ്ങൾ ഒരുപാട് ഉയരത്തിലാണെന്നും നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദർ അലി ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ടെന്നും നിങ്ങൾ ശ്രദ്ധിച്ചു.